ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മരിയ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന 4 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. സോ വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഫസ്റ്റ് വൺ, ടേക്ക് റിസ്ക്. നിങ്ങൾ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ പേടിയുള്ളവരാണോ അല്ലെങ്കിൽ മടിയുള്ളവരാണോ? എന്നാൽ ഇനി മുതൽ ചെറിയ ചെറിയ റിസ്ക് എടുക്കാൻ തയ്യാറാവുക. ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം. സാരമില്ല, തെറ്റുകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നുമാണല്ലോ നമ്മൾ ലേൺ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ റിസ്ക് എടുക്കാൻ തയ്യാറാകുക. ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. സെക്കൻഡ് വൺ, കമ്മ്യൂണിക്കേഷൻ. നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ അടുത്ത് ചെന്നാൽ, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, അവിടെ നിങ്ങൾ ആരോടും ഒന്നും സംസാരിക്കാതെ ഒറ്റപ്പെട്ട് നിന്നാൽ അങ്ങനെ നിന്നു പോവുകയേ ഉള്ളൂ. എന്നാൽ നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ സാധിച്ചാലോ, അത് നിങ്ങളോട് മറ്റുള്ളവർക്ക് നല്ലൊരു മതിപ്പ് തോന്നാൻ കാരണമാകും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂളാണ്. അത് നിങ്ങളുടെ നേറ്റീവ് ലാംഗ്വേജിൽ മാത്രമല്ല, ഇംഗ്ലീഷിൽ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെ നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. തേർഡ് വൺ, ഡ്രസ് അപ്പ് വെൽ. നിങ്ങൾ എപ്പോഴും നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏത് തരം ഡ്രസ്സും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഡ്രസ്സ് ചൂസ് ചെയ്യുക. അത് നല്ല നീറ്റായി അയൺ ചെയ്ത് ധരിക്കുക. നിങ്ങളെ മറ്റുള്ളവർക്ക് മുൻപിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ വസ്ത്രധാരണത്തിന് സാധിക്കും. ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഫോർത്ത് വൺ, സ്മെൽ ഗുഡ്. നിങ്ങൾ ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ നിങ്ങളുടെ ബാഡ് ബോഡി ഓർഡർ കാരണം നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിന്നാൽ ഒന്ന് ഓർത്തു നോക്കൂ, എന്തൊരു മോശമാണല്ലേ. അതുകൊണ്ട് നല്ലൊരു ബോഡി ഓർഡർ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. നല്ല രീതിയിൽ വൃത്തിയായി കുളിച്ച് നല്ലൊരു പെർഫ്യൂമും ബോഡി ലോഷനുമൊക്കെ യൂസ് ചെയ്ത് എപ്പോഴും ഒരു പ്ലസൻറ്റ് സ്മെല്ല് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ആശയമായി എത്താം. അതുവരെ ബായ്.